ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇതാണ് എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ലോങ് വീഡിയോ. 2-3 വർഷമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന ലോങ് വീഡിയോ. എൻ്റെ സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ എണീറ്റിട്ടേ ഉള്ളൂ. നോർമലി എനിക്ക് എണീറ്റ് കഴിഞ്ഞാലൊരു കുറച്ച് സമയം പിടിക്കും ഓണായി വരാൻ. പക്ഷേ ഇന്നങ്ങനെ നമുക്ക് സമയം നോക്കിയേക്കാൻ സമയമില്ല. ബിക്കോസ് ബിസി മോർണിംഗ് ആണ്. ഇവിടെ 6 മണി ആയിട്ടുള്ളൂ. നമുക്ക് നേരെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് പുഷ് ഡേ ആണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് നേരെ കോർട്ടിൽ പോകണം. ടുഡേ ഫസ്റ്റ് ഡേ ഓഫ് ദി ഇൻറ്റേൺഷിപ്പാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ജിമ്മിൽ പോയിട്ട് അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ മോർണിംഗ് ഒക്കെ എണീറ്റ് പാടെ ജിമ്മിൽ പോവുകയാണെങ്കിൽ ഡോണ്ട് സ്കിപ്പ് യുവർ പ്രീ വർക്കൗട്ട്. ഞാൻ പണ്ട് ഈ സെയിം സാധനം ചെയ്യുമായിരുന്നു. ആൻഡ് അവിടെ പോയിട്ട് ഒരു സ്ട്രെങ്ത്തും ഇല്ലാതെ ലിഫ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമായിരുന്നു. പ്രീ വർക്കൗട്ടിനായിട്ട് മസിൽ ബ്ലേസിൻ്റെ പ്രീ വർക്കൗട്ട് ഡ്രിങ്കാണ് എടുക്കുന്നത്. ഇത് കൂടാതെ ഞാൻ റോബസ്റ്റയും 4 വാൾനട്ട്സും 4 ആൽമണ്ട്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജിമ്മിൽ പോകാൻ റെഡിയായി. അപ്പോൾ നമുക്ക് ജിമ്മിൽ പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ജിം. ഇന്ന് നമ്മുടെ പുഷ് ഡേ ആയതുകൊണ്ട് തന്നെ ചെസ്റ്റിനും ഷോൾഡറിനും ട്രൈസിനും ആയിരുന്നു വർക്കൗട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നാട്ടിലെ എൻ്റെ മെയിൻ വർക്കൗട്ട് പാർട്ട്ണർ അമ്മയാണ്. എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്ന ആളാണ് ഗൈസ് എൻ്റെ അമ്മ. അതിനുശേഷം കുറച്ച് കാർഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഡൺ. അപ്പോൾ ഗൈസ്, നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. എൻ്റെ പോസ്റ്റ് വർക്കൗട്ടും ബ്രേക്ക്ഫാസ്റ്റും സെയിം ആണ്. ഓൾസോ നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യണം, പിന്നെ റെഡി ആവണം, പിന്നെ നേരെ കോർട്ടിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ മീൽസ് അതിൻ്റെ ബേസിസിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു 5 kgs ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറയ്ക്കുക, പിന്നെ മെയിനായിട്ട് ഫാറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മീൽസാണ്. അപ്പോൾ മീൽസ് കാണിക്കാം. അപ്പോൾ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മീൽ നോക്കാം. ഫസ്റ്റ് 1 സ്കൂപ്പ് പ്രോട്ടീൻ ആട്ടോ എടുക്കുന്നത്. ഡെയിലി 1 സ്കൂപ്പ് പ്രോട്ടീൻ എങ്കിലും എടുക്കാറുണ്ട്. ഇതിലൊക്കെ കുറച്ച് പേര് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് ഉപദേശിച്ചായിരുന്നു, പ്രോട്ടീൻ പൗഡറൊക്കെ കഴിച്ചാൽ കിഡ്നി അടിച്ച് പോവില്ലേ. മൈൻഡാക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ 1 സ്കൂപ്പ് പ്രോട്ടീൻ്റെ കൂടെ ഒരു ബോയിൽഡ് ബനാന എടുത്തിട്ടുണ്ട്, 2 വോളക്കും 2 എഗ് വൈറ്റ്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പെപ്പർ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്നെങ്കിൽ പെപ്പർ വേണം മുട്ട കഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് പാപ്രിക്ക ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും പോസ്റ്റ് വർക്കൗട്ട് മീലും വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ 40 പോകുന്നുണ്ട്. വീട്ടിൽ വരുമ്പോൾ ഈവനിങ് ആവും. നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ ലഞ്ച് നമ്മൾ കൊണ്ടുപോകാനായിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 120 ഗ്രാംസ് ഉപ്മാവ്, പിന്നെ ഒരു 150 ഗ്രാം ഓഫ് എയർ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ നമ്മൾ കുറച്ച് കുക്കുംബറും ബ്രോക്കലിയും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മുടെ ലഞ്ചൊക്കെ സെറ്റായ ഗൈസ്, നമുക്കപ്പോൾ പെട്ടെന്ന് റെഡിയായി പോവാം. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ഈറ്റിംഗ് കോൺഷ്യസ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഫാറ്റ് ലോസോ വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും എല്ലാ മീൽസിലും ആവശ്യത്തിന് പ്രോട്ടീൻ ഉണ്ടോ നോക്കുക. ഈച്ച് ആൻഡ് എവറി മീൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ എൻ്റെ ക്ലയൻസ് തന്നെ കുറച്ച് പേരുണ്ട്, വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് കുറച്ച് വെജിറ്റബിൾ സാലഡ്സും ഫ്രൂട്ട്സും മാത്രം കഴിച്ചാൽ മതി. അതൊരിക്കലും ഹെൽത്തി അല്ല. നമുക്ക് എപ്പോഴും മീൽസിൽ പ്രോട്ടീൻ വേണം. പിന്നെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലീൻ പ്രോട്ടീൻ സോഴ്സ് ആയ ചിക്കൻ, എഗ്ഗ്, ഫിഷ്, പനീർ, ടോഫു ഇതിൽ നിന്നൊക്കെയാണ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ പൾസസ് ലൈക്ക് പയർ, കടല, പരിപ്പ് ഇതിൽ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടില്ല. അതൊക്കെ കാർബ് സോഴ്സാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. 10 മണിയായ സമയം, 10:30 നമുക്ക് കോടതിയിലെത്തണം. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. വിജിലൻസ് കോർട്ടിലാട്ടോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഷോർട്സൊക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. ഓൾറെഡി 10:45 കഴിഞ്ഞപ്പോഴാണ് കയറി ചെന്നത്. അപ്പോഴത്തേക്കും കോർട്ട് സ്റ്റാർട്ടായി. അപ്പോൾ ആ തിരക്കിൽ ഞാൻ കംപ്ലീറ്റ് മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് ക്ലയൻസിൻ്റെ വർക്കും മീറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ടോണിക്കോ കഫേ കോട്ടയത്തേക്ക് വന്നു കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്. എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വീട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യണ്ടല്ലോ, കുറച്ച് നേരം ലാഗ്, കുറച്ച് നേരം അവിടെ നോക്കി, കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറേ പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഞാനിവിടെ വന്നു വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് മേജറായിട്ട് നമുക്ക് നമ്മുടെ ക്ലയൻസിനെ മോണിറ്റർ ചെയ്യണമായിരുന്നു. പിന്നെ കുറച്ച് അസസ്മെൻറ്റ് കോൾസും ഉണ്ടായിരുന്നു, 2-3 ക്ലയൻറ്റ്സ് മീറ്റിങ്സും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ കണ്ടൻറ് പ്ലാനിങ്ങും. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേജർ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നമുക്ക്. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്, ഇടിയും വെട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ കുടയുമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇനി.
ബൈ ബൈ ഗൈസ്.